ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഇഫ്താർ പാർട്ടി വ്ളോഗുമായിട്ടാണ്. നമ്മളെ കുടുംബക്കാരൊക്കെ ഒന്നിച്ചിട്ടുള്ളൊരു ചെറിയൊരു നോമ്പ് തുറ. അപ്പോൾ അതിൻ്റെ തലേന്നുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പുകളും ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളും പിറ്റേന്നത്തെ റെസിപ്പിയും നോമ്പ് തുറ തിരക്കും വിഭവങ്ങളും എല്ലാം ആയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് തലേന്ന് പുറത്ത് വന്നിട്ട് ചെറിയ ഷോപ്പിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എന്താ പറയുക, ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ഉണ്ടാക്കുകയെന്ന് ഇങ്ങനെ ആലോചിക്കും. പിന്നെ സാധനങ്ങളൊക്കെ എഴുതി വെക്കും. പിന്നെ അല്ലെങ്കിൽ നമുക്കായിട്ട് കുറച്ചെല്ലാം ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇത് കുറച്ചധികം ഐറ്റംസെല്ലാം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നതേനും. അപ്പോൾ പിന്നെ പുതിയ എന്തെങ്കിലും പാത്രങ്ങളെല്ലാം കണ്ടാൽ ഓഫ് കോഴ്സ് ഒന്ന് നോക്കിപ്പോവും. പുതിയ എന്താ പറയുക പാത്രങ്ങളും അതെല്ലാം ഒന്ന് നോക്കി അത്യാവശ്യമുള്ളത് എടുത്തു. അങ്ങനെ കുറേയൊന്നും എടുക്കില്ല കേട്ടോ. അപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് സെർവ് ചെയ്യാനൊക്കെ ഇഷ്ടമാവുമല്ലോ. പിന്നെ എന്താ പറയുക, നമ്മൾ കിച്ചണിലേക്കുള്ള റെസിപ്പീസിന് വേണ്ട ചില കാര്യങ്ങളും സാധനങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ ഇതന്നെ ഇപ്പോൾ വൈകിട്ടായിന് നല്ലോണം ലേറ്റായി. അങ്ങനെ ഇതാ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി എന്താ പറയുക, പോയിട്ട് ഇനി നോമ്പ് തുറക്കാനൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ലേറ്റായി. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഫുഡ് എന്താ പറയുക, ചായൻ്റെ കടി കുറച്ച് വാങ്ങിയിട്ട് പാർസൽ വാങ്ങിയിട്ടായിരുന്നു പോയത് നോമ്പ് തുറക്കാനുള്ളത്. എന്നിട്ടിങ്ങനെ അങ്ങനെ കുറേയൊന്നും കടി പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല, പുറത്തത്തെ ചായക്കടികളൊന്നും. അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് വീട്ടിലെത്തി. അതൊക്കെയായിരുന്നു തലേന്നുള്ള വിശേഷങ്ങൾ. ഇതിപ്പോൾ ഇതാ പിറ്റേന്നായി. പിറ്റേന്ന് കുറച്ച് രാവിലെ നേരത്തെ തന്നെ ഇറങ്ങിയിരുന്നു. സാധാരണ നമ്മൾ അസറെല്ലാം കഴിഞ്ഞിട്ടല്ലേ ഇറങ്ങുക. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താ പറയുക, ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കാനും എല്ലാം ഒന്ന് കട്ടാക്കാനെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഗ്രേപ്സ് അതെല്ലാം ഒന്ന് വിനീഗറും ഉപ്പെല്ലാം ഇട്ട വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ച്. പിന്നെ ആദ്യം ഈ പണിയെല്ലാമായിരുന്നു. ഈ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യലായിരുന്നു ഏറ്റവും എന്താ പറയുക നല്ല പണിയെന്ന് പറയുക. അപ്പോൾ അത് ഓരോന്നിങ്ങനെ കട്ട് ചെയ്ത് അതിങ്ങനെ സെറ്റ് ചെയ്യലും അങ്ങനത്തെ കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അതെല്ലാം കട്ട് ചെയ്തിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ ഈവനിങ് ആയാൽ അത് എന്താ പറയുക ടേബിളിലേക്ക് സെറ്റ് ചെയ്യാനെല്ലാം എടുക്കും. പിന്നെ എന്താ കുടിക്കാനുണ്ടാക്കുക അതൊക്കെ ഇങ്ങനെ ആലോചിക്കണമല്ലോ. അപ്പോൾ ഒരു 12 ആളെങ്ങാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ രാവിലെ ഇങ്ങനത്തെ കുറച്ച് പണിയെല്ലാം എടുത്ത്. പിന്നെ എല്ലാം ഷൂട്ട് ചെയ്യാനും എന്താ പറയുക വീഡിയോ എടുക്കാനൊന്നും എല്ലാത്തിനും പറ്റിയിട്ടില്ല. പിന്നെ ഇതേ പപ്പായയും വാട്ടർ മെലണെല്ലാം വാങ്ങി ഞാൻ ഫസ്റ്റ് ഒന്നിങ്ങനെ കഴുകിയിട്ട് തുടക്കും. അതെല്ലാവർക്കും ഈ ശീലം ഉണ്ടോയെന്നറിയില്ല. എന്നിട്ട് ഇന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം കട്ട് ചെയ്യാറുള്ളൂ. അങ്ങനെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് പിന്നെ ഇങ്ങനെ ആലോചിച്ച് എന്താ ഡ്രിങ്ക്സ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ മുഹബത്ത് കാ ഷർബത്ത് ഉണ്ടല്ലോ അതുണ്ടാക്കാം. അങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ കട്ടിയുള്ള എന്താ പറയുക സ്മൂത്തി പോലത്തെ എന്താ അങ്ങനത്തെ ഷേക്ക് പോലത്തെ ജ്യൂസൊന്നും അധികം കഴിക്കില്ല. അത് കഴിച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്നങ്ങ് വയറ് നിറയുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും കുടിക്കാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിൻ്റെ ഒരു തിരക്കും. പിന്നെ മാംഗോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ആദ്യം മാംഗോ മൂസ് ഉണ്ടാക്കാനായിരുന്നു വിചാരിച്ചത്. അപ്പോൾ പിന്നെ മൂസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ക്രീമായിരിക്കും കൂടുതൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ തിന്നിട്ട് ഒരു ഇതാണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ഡെസേർട്ട് നിർബന്ധമായിരുന്നു. അപ്പോൾ മാംഗോനെ കൊണ്ടൊരു സിമ്പിളായിട്ടൊരു പുഡിങ്ങാണ് റെഡിയാക്കി. പിന്നെ ഞാൻ അതിൻ്റേതായൊരു മാറ്റമെല്ലാം വരുത്തി. അതിൽ കുറച്ച് പിസ്ത പൊടിച്ചതും റോസ് പെറ്റലെല്ലാം ഇട്ടിട്ടൊന്ന് കുറച്ച് മൊഞ്ചാക്കി. അങ്ങനെ മാംഗോ പുഡിങ്ങോട് സെറ്റ് ചെയ്ത് രാവിലെ തന്നെ. ഇതിലിപ്പോൾ എന്താ പറയുക, രാവിലെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങളായിരുന്നു. ഞാൻ ഫുഡൊന്നും അധികം തലേന്നൊന്നും അങ്ങനെ റെഡിയാക്കി വെക്കില്ല. ഗസ്റ്റെല്ലാം വരുമ്പോൾ നല്ല ഫ്രഷായിട്ട് എന്താ പറയുക ഒരു റാഹത്തായിട്ട് കൊടുക്കണം എന്ന് എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹം. നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ ഒരാഴ്ച ഫ്രീസറിൽ വെച്ചതും അങ്ങനെയെല്ലാം എടുത്ത് സ്നാക്സെല്ലാം യൂസ് ചെയ്യുമല്ലോ. അങ്ങനെ ഇതാ മാംഗോ പൾപ്പാക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് പാലും മിൽക്ക് മെയ്ഡും ചൈന ഗ്രാസും എല്ലാം ഒന്ന് കുക്ക് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കും. ഒരുമിച്ചിട്ട് തന്നെ ഒഴിച്ച് പിന്നെ ഇതിലൊന്ന് സെറ്റായി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ കുറച്ച് വാനില എസൻസും. പിന്നെ ഇതായിരുന്നു അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ അതവിടെ സെറ്റാൻ വെച്ചു. പിന്നെ ഷർബത്ത് ഉണ്ടാക്കാൻ തുടങ്ങി. അത് പിന്നെ ഞാനിതിന് എന്താ പറയുക ഇതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സ്. പിന്നെ വാട്ടർ മെലൺ ഇതാ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് അതിൽ ഫസ്റ്റ് ഒന്ന് കുറച്ച് റോസ് ഒഴിച്ച് കൊടുക്കും. അതിലും കുറച്ച് മധുരം പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക അന്നേരം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അതിലേക്ക് നല്ല തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതെല്ലാം നമുക്ക് വെക്കാൻ ഫ്രിഡ്ജിലും നല്ല സ്ഥലം കാണണം. അതുകൊണ്ട് ഞാൻ തലേന്ന് ഇതൊന്നും ഉണ്ടാക്കാണ്ടെന്ന്. പിന്നെ വത്തക്കയെല്ലാം പിറ്റേന്ന് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാകുക. അങ്ങനെ തണുത്ത പാൽ ഒഴിച്ച് കൊടുത്ത് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള റോബ്സ് വെച്ച് കൊടുക്കാം. റോബ്സ് കുറച്ച് അധികം ഒഴിച്ചാൽ പിന്നെ മധുരമൊന്നും വേറെ ഇടുന്നില്ലല്ലോ. പിന്നെ കസ്കസ് ഉണ്ടല്ലോ നമ്മുടെ സബ്ജ സീഡ്, അതും വെള്ളത്തിലിട്ട് കുതിർത്ത് അതും ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ആപ്പിളും ചോപ്പ് ചെയ്തിട്ട് ഇടുന്നുണ്ട്, വെറുതെ ഒന്ന് കടിക്കാൻ ഒരു രസം.
അങ്ങനെ അതുമെല്ലാം ഇട്ടിട്ട് നമ്മൾ ഡ്രിങ്ക്സ് ഇങ്ങനെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം രാവിലെ എണീച്ചിട്ട് ഈ പണിയെല്ലാം ആദ്യം ഒന്ന് തീർത്ത് വെക്കും. ഇത് കസ്കസും എല്ലാം ഇട്ടും പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് സ്നാക്സിൻ്റെ പണിയെല്ലാം തുടങ്ങും. ഞാനപ്പോൾ ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. കുറേ എല്ലാം റെസിപ്പി ഞാൻ ഇതിൽ തന്നെ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിന്. പിന്നെ ഷൂട്ട് ചെയ്യലും ഉണ്ടാക്കലും ഒരുമിച്ച് നടക്കില്ല. അപ്പോൾ ഇതാ ഇങ്ങനെയും ഉണ്ടായി. ഇത് ലാസ്റ്റ് ഇത് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിൽ തന്നെ സെർവ് ചെയ്യുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. പിന്നെ ഇത് കട്ട്ലറ്റിൻ്റെ ഇതെല്ലാം ഞാൻ തലേന്ന് ഏകദേശം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കുക്ക് ചെയ്ത് ഫ്രൈ ആക്കി പൊട്ടാറ്റോ വേവിച്ച് വെക്കും. പിന്നെ പിറ്റേന്നാണ് ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യൽ. അപ്പോൾ എനിക്കിത് തലേന്ന് ചെയ്ത് ഈ ഫ്രീസറിലെല്ലാം വെച്ച് ഈ ബ്രെഡ് ക്രംസിലും ഇതിലെല്ലാം മുക്കി പിന്നെ എനിക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ അത്ര വലിയൊരു എന്തോ ഒരു ടേസ്റ്റ് തോന്നില്ല. മറിച്ച് അത് ഫ്രഷായിട്ട് പിറ്റേന്ന് തന്നെ ആ ഉള്ളിയെല്ലാം നല്ല അപ്പം തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല ഉള്ളിയെല്ലാം ഒന്ന് കടിച്ച് അതായിരിക്കും എനിക്ക് അങ്ങനെയാണ് പേഴ്സണലി ഒരു ടേസ്റ്റ് തോന്നുന്നത്. പിന്നെ നമുക്ക് പണിയെല്ലാം കുറക്കാനും നോമ്പിന് മറ്റുള്ള ഇബാദത്തേന് അതിനൊക്കെ നമ്മൾക്ക് ഒറ്റയ്ക്കുള്ളവരെ ഞാനൊക്കെ ഫ്രീസറിൽ വെച്ചിട്ടെല്ലാം യൂസ് ചെയ്യാം. ഇതിപ്പം പിറ്റേന്നാണ് ഞാൻ ഈ കട്ട്ലറ്റിൻ്റെ എല്ലാം ഇതിങ്ങനെ റെഡിയാക്കി കുഴച്ച് വെച്ച് പിന്നെ അതിൻ്റെ ഇടയിൽ ക്യാരറ്റ് ബോൾ ഉണ്ടാക്കി. ഇതെല്ലാം ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ തന്നെയായിരുന്നു. അങ്ങനെ ക്യാരറ്റ് ബോളെല്ലാം അവിടെ സെറ്റായിട്ടുണ്ട്. അതിലൊന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ കട്ട്ലറ്റെല്ലാം പിന്നെ ലാസ്റ്റ് ഫ്രൈ ചെയ്യും. അതെല്ലാം ചൂടോടെ വേണ്ടതാണല്ലോ. അപ്പോൾ ആദ്യം വേണ്ടതൊക്കെ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ച് ഇത് ഇറച്ചിപ്പത്തിൻ്റെ ഫില്ലിങ് അതെല്ലാം ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇറച്ചിപ്പത്തിൻ്റെ വീഡിയോ ഞാൻ 2 ദിവസം മുമ്പായിട്ട് ഇട്ടിരുന്നു. പിന്നെ ഇത് അതേപോലെയല്ല, അത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് മുട്ടയിൽ ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട് അതിലൊന്ന് മുക്കിയിട്ട് കുറച്ച് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കും. ഫ്രൈ മീൻസ് ഷാലോ ഫ്രൈ ഇതേപോലെ. അപ്പോൾ അതൊരു വേറൊരു സ്റ്റൈലിൽ ഇറച്ചിപ്പത്തിലായിരിക്കും. പിന്നെ വലിയ നോമ്പറുണ്ടല്ലോ ഡിന്നർ, അതിന് ബിരിയാണിയായിരുന്നു. ബിരിയാണിയും പിന്നെ അരി റൊട്ടിയും പിന്നെ ഒരു മട്ടൻ പെരളനും ഉണ്ടാക്കി. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വൈകിട്ടായി കട്ട്ലറ്റ് പൊരിക്കാനിട്ട് ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. സമൂസ എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ലാസ്റ്റായിരിക്കും ഫ്രൈ ചെയ്യുക. അങ്ങനെ വൈകിട്ടായി 5 മണി ഒരു 6 മണി ആവാനാകുമ്പോൾ ടേബിളിലെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയാണ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം ഈ തിരക്ക് പിടിച്ചിട്ടെടുത്ത വീഡിയോ ആയിരുന്നു ലാസ്റ്റ്. പിന്നെ ആൾക്കാരെല്ലാം വന്നു തുടങ്ങി. പിന്നെ എല്ലാവരും വന്ന് പിന്നെ ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച് എന്നിട്ടായിരുന്നു എല്ലാവരും സ്നാക്സും ചായ എല്ലാം തിന്നാൻ തുടങ്ങി. പിന്നെ ലേഡീസ് എല്ലാം ഉണ്ടായിരുന്നു, അവരൊന്നും പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ തറാവിൻ്റെ സമയം പിന്നെ എല്ലാവരും പോയി. എല്ലാവരും പള്ളിയിൽ പോയി. ഇപ്പോൾ ഇവിടെ ആരുമില്ല. പിന്നെ പെണ്ണുങ്ങളെല്ലാം വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിച്ച്, ലേഡീസിലെല്ലാം വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു എല്ലാവരും നിസ്കരിച്ച്. പിന്നെ ഇത് ഡിന്നറിൻ്റെതായിരുന്നു. ഡിന്നറിന് ഞാൻ ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. ഭയങ്കര തിരക്കായിരുന്നു ആ സമയം. ഇത് ലാസ്റ്റ് ഒരു ഫോട്ടോ അപ്പോഴേക്കും എല്ലാവരും തിന്ന് പകുതി ആയിക്കുക. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി. പിന്നെ അനിയത്തിയും ഫാമിലിയെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളെല്ലാം ഇറങ്ങുമ്പോൾ രാത്രി 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഫുൾ ക്ലീനിങ് ആയിരുന്നു. പാത്രം കഴുകുക ഇതെല്ലാം അതെല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാം കൗണ്ടർ ടോപ്പിൽ വെള്ളം വാലാൻ വെച്ച് പിന്നെ രാവിലെ ആയിരുന്നു ഇതെല്ലാം തുടച്ചിട്ടെടുത്ത് വെക്കുക. അപ്പം തന്നെ ലേറ്റായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.